ഫ്രണ്ട്സ് എല്ലാവർക്കും ഡോണാ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും ഗോവയിൽ ടൂർ വീഡിയോസ് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഞങ്ങൾ ആലുവയിൽ നിന്ന് നേത്രാവതി എക്സ്പ്രസ്സിലാണ് ഗോവയിലേക്ക് പുറപ്പെട്ടത്. 3 ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് വ്യാഴാഴ്ച പോയി കഴിഞ്ഞാൽ വെള്ളി, ശനി, ഞായറാഴ്ച തിരിച്ച് അവിടുന്ന് എറണാകുളം, ഗോവ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്, അതിന് തിരിച്ച് പോരുകയും ചെയ്യാം. ഗോവയിൽ പോകുന്നവർക്ക് പ്രധാനമായിട്ടും നമുക്ക് 2 റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങാൻ പറ്റുന്നത്. ഒന്ന് മഡ്ഗോൺ സൗത്ത് ഗോവയിലുള്ളതാണ്, മറ്റൊന്ന് തിവിം അത് നോർത്ത് ഗോവയിലാണ്. ഞങ്ങളിവിടെ താമസിച്ചത് നോർത്ത് ഗോവയിലുള്ള സവോയ് പാലസ് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂസാണ് ഈ കാണുന്നത്. ബാഗ ബീച്ചിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ. നോർത്ത് ഗോവയിൽ പ്രധാനപ്പെട്ട 2 ബീച്ചുകളാണ്, ഒന്ന് ബാഗ ബീച്ചും ഒന്ന് കലങ്കോട്ടെ ബീച്ചും. അപ്പോൾ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ബാഗ ബീച്ചിലോട്ടാണ്. ഈ ബാഗ ബീച്ചിനെ വേറൊരു പേരിലും കൂടി അറിയപ്പെടാറുണ്ട്, ഹോം ടൗൺ ഓഫ് നൈറ്റ് ലൈഫ് എന്ന്. അതുപോലെ ടൂറിസ്റ്റുകളുടെ ഭയങ്കര അട്രാക്ഷനുള്ള ഒരു പ്ലേസാണ്. അടുത്തായി പോയ ബീച്ചാണ് കലങ്കോട്ടെ ബീച്ച്. ഇവിടെയും ധാരാളം തിരക്കുകളുണ്ട്. അതുപോലെ നൈറ്റ് ലൈഫും എല്ലാം ഇവിടെയാണ്, നൈറ്റ് പാർട്ടികളെല്ലാം നടക്കുന്ന ഏരിയയാണ് ഈ കലങ്കോട്ടെ ബീച്ച്. അതിനുശേഷം ഞങ്ങൾ പോയതാണ് ഫോർട്ട് അഗോഡ. ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം രാവിലെ 8:30 തുടങ്ങി വൈകിട്ട് 5:30 വരെയാണ്. ഇതൊരു പഴയ കാലത്തെ ഒരു കോട്ടയാണ്. അതുപോലെ മിലിറ്ററി ആർക്കിടെക്ചറിൻ്റെയൊക്കെ, അതുപോലെ ഇതിലൊരു ലൈറ്റ് ഹൗസും ഉണ്ട്. അതിനുശേഷം ധാരാളം ബീച്ചുകളിൽ കൂടി പോയി പിന്നെ പോയതാണ് സിംഗൂരം ബീച്ചും. ഇതും വളരെ മനോഹരമായി ഉള്ളൊരു ബീച്ചാണ്. ഇവിടെയും ധാരാളം വാട്ടർ സ്പോർട്സ് ഇനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അടുത്ത പോയ ബീച്ചാണ് കണ്ടോലിം ബീച്ച്. ഇതും അതുപോലെ തന്നെയുള്ള ഒരു മനോഹരമായ ബീച്ചാണ്. ഇതാണ് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് സ്റ്റൈലിലുള്ള ഒരു ദേവാലയമാണ്. ധാരാളം സിനിമകളിലൊക്കെ ഈ പള്ളി നമുക്ക് കാണാം. ഇത് നോർത്ത് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് പോയതാണ് ബസിലിക്ക ഓഫ് ബോം ജീസസ് ചർച്ച്. 1604 പണിത പള്ളിയാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഈ പള്ളി. സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ അഴുകാത്ത ശരീരം
സ്ഥിതി ചെയ്യുന്നത് ഈ പള്ളിയിലാണ്. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ഒരു പള്ളിയാണിത്. പലതരം രൂപങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പഴയകാല ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളും എല്ലാം ഇവിടെ കാണാം. അതുപോലെ ഒരു കാണിക്ക വഞ്ചിയാണ് ഈ കാണുന്നത്. അതായത് നേർച്ചപ്പെട്ടി, വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തൊരു പെട്ടിയാണ്. അതുപോലെ ഫ്രാൻസിസ് സേവിയറിനെ അടക്കം ചെയ്തിരിക്കുന്ന പേടകമാണ് നമ്മളീ കാണുന്നത്. വളരെ 10 വർഷം കൂടുമ്പോഴാണ് അത് പുറത്തിറക്കുന്നത്. ഇനി അടുത്ത് ഇറക്കുന്നത് 2024 നവംബറിൽ ആണ് ഇനി പുറത്തിറക്കാൻ പോകുന്നത്. വിശുദ്ധൻ്റെ തിരുവസ്ത്രവും അതുപോലെ ഉപയോഗിച്ചിരുന്ന കട്ടിലും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കൊണ്ടുവന്ന ശവപ്പെട്ടിയാണ് ഈ പേടകത്തിൽ കാണുന്നത്. അടുത്തായിട്ട് ഇത് പ്രസംഗപീഠമാണ്. പണ്ട് കുർബാനയുടെ ഇടയിൽ അച്ഛന്മാർ പ്രസംഗിച്ചുകൊണ്ടിരുന്ന പ്രസംഗപീഠമാണ് ഈ കാണുന്നത്. വളരെ കൊത്തുപണികളൊക്കെ ചെയ്ത മനോഹരമായൊരു പ്രസംഗപീഠം. ഇതാണ് ഈ പള്ളിയുടെ മനോഹരമായ അൾത്താര. പഴയ കാല ധാരാളം വാൾ പെയിൻറ്റിങ്സൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതെല്ലാം കാണാം നമുക്ക്. ഈ പള്ളിയിൽ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് മാന്യമായ വസ്ത്രം ധരിച്ചവർ മാത്രമേ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. ഗോവയിൽ വന്നാൽ വാങ്ങിക്കാൻ പറ്റിയ 2 ഐറ്റംസ് എന്ന് പറയുന്നത്, ഒന്ന് കശുവണ്ടി, മറ്റൊന്ന് ബെബിൻക. ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് മുട്ടയും മൈദയും വെച്ച് പല പല ലെയറുകളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗോവൻ സ്വീറ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ